നമുക്കിവിടെ കാ ബജി റെഡിയാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ മൈദ, കായപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കാശ്മീരി ചില്ലിയാണ്. കളറിന് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല, കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ബാറ്റർ ഈ ഒരു പരുവത്തിനാക്കി എടുക്കുക. ഒരുപാട് കട്ട് ചെയ്യാൻ പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. അതിന് ശേഷം കാ വൃത്തിയാക്കി എടുക്കുക. അന്നേരത്തേക്ക് നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് കാ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇങ്ങനെ പൊളന്നെടുക്കുക, നെടുകെ കീറിയെടുക്കുക. കീറിയെടുത്തതിന് ശേഷം അത് നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ബാറ്ററിൽ കോട്ട് ചെയ്ത് നമുക്കത് പൊരിച്ച് കോരിയെടുക്കാമെന്നാണ്. ഇപ്പോൾ എണ്ണ തിളച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിന് സൈഡായിട്ടൊരു ചട്നി കൂടെ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് തക്കാളിയും വെളുത്തുള്ളിയും ഞാൻ വഴറ്റിയെടുത്തു. അതിന് ശേഷം അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ എണ്ണയ്ക്കകത്തോട്ട് അടിച്ചെടുത്ത ചട്നി നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് അതിന് ശേഷം മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. അത് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ബജി റെഡി ആയിട്ടുണ്ട്. ബജി തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ ബജി കിട്ടുന്നത്. 3 ഞാൻ റെഡിയാക്കിയായിരുന്നു. അന്നേരത്തേക്ക് ഒരെണ്ണം ഇക്ക കൊണ്ടുപോയി, ബാക്കി 2 ഉണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കേ.